പ്രിയപ്പെട്ടവരെ, മനോജ് മാസ്, ഫിലിപ്പ് മമ്പാട് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറും പോസ്കോ കേസിൽ അറസ്റ്റിലായി. ഫിലിപ്പ് മമ്പാട് 16 വയസ്സുള്ള ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയെ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് പെടുത്തിയതാണോ എന്ന് പലരും ചോദിക്കുന്നു. കാരണം അദ്ദേഹം ലഹരി അമിതമായി ഉപയോഗിച്ചിരുന്ന ആളാണ്. ലഹരി നിർത്തിയതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലഹരിക്കെതിരെ മോട്ടിവേഷൻ നടത്തിയിട്ട് ജനശ്രദ്ധ ആകർഷിച്ച ആളാണ്. ഫുൾ ടൈം മോട്ടിവേഷൻ സ്പീക്കർ ആകാൻ വേണ്ടി ജോലി രാജിവെച്ച് മോട്ടിവേഷൻ സ്പീക്കർ ആയ ആളാണ്. ലഹരിക്കെതിരെ മോട്ടിവേഷൻ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാൾ അതിനെക്കുറിച്ച് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കൂടുതൽ പ്രചോദനമാകും. അല്ലാതെ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് മറ്റുള്ളവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊന്നല്ലേ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. മോട്ടിവേഷൻ കൊടുക്കുന്നതിന് വേണ്ടി 16 വയസ്സുള്ള ബുദ്ധിമാന്ദ്യമുള്ള കുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ഹോട്ടലുകളിൽ കൊണ്ടുപോകാനൊക്കെ അവസരമൊരുക്കി കൊടുത്ത മാതാപിതാക്കൾക്കാണ് ശരിക്കും ഒരടി കൊടുക്കേണ്ടത്. മെന്റൽ മോട്ടിവേഷൻ കൊടുക്കണമെങ്കിൽ അതിന് പഠിച്ച ആളായിരിക്കണം. ഡോക്ടറോ സൈക്കാട്രിയോ അങ്ങനെ എന്തെങ്കിലും പഠിച്ച ആൾ കൊടുക്കുവാണെങ്കിൽ ഓക്കെ. ഇത് പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി ലഹരിക്കെതിരെ നിരന്തരം പോരാടി മോട്ടിവേഷൻ കൊടുക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. കാരണം ലഹരി ഉപയോഗിച്ച ഒരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവും. നമ്മളെല്ലാവരും പുറമെ നല്ല സൗമ്യമായി ഇടപെടുന്നതിന് സുന്ദരന്മാരും എല്ലായിരിക്കും. പക്ഷെ ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും എന്താന്ന് മറ്റുള്ളവർക്ക് ഊഹിച്ചെടുക്കാൻ പറ്റൂല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പ് മമ്പാട് ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശവും അധികാരവും ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണ്, എങ്ങനെയാണ് മനസ്സിലുള്ള പെരുമാറ്റം എന്ന് പറയാൻ പറ്റില്ല. കാരണം പുറം മൂടി എല്ലാവരുടെയും നല്ല സുന്ദരന്മാരും നന്നായി സംസാരിക്കാൻ അറിയുന്നവരും ജനങ്ങൾക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള പെരുമാറ്റം നടത്തുന്നവരായിരിക്കും. ഉള്ളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന മൃഗം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അത് ഇവരുടെയൊക്കെ എടുത്ത് കുട്ടികളെ മോട്ടിവേഷൻ കൊണ്ടുപോയി ആക്കുന്ന മാതാപിതാക്കൾക്കാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്, അല്ലാതെ കുട്ടികൾക്കല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.